ഹായ് ഓൾ, വെൽക്കം ടു സ്പൈസി എലീസി. സ്പൈസി എലീസിൽ നിന്ന് ഇടിഞ്ഞിൽ കൊണ്ടൊരു കഞ്ഞിയാണ്. സാധാരണ കർക്കിടക മാസത്തിൽ എല്ലാവരും കുടിക്കുന്ന ഒരു കഞ്ഞി തന്നെയാണ്. ഇടിഞ്ഞിൽ എവിടെ ഏതൊക്കെ ഭാഗത്ത് കിട്ടുന്നറിയില്ല, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇത് സുലഭമാണ് ഇടിഞ്ഞിൽ. അപ്പോൾ അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നെടുത്തിട്ട് നമ്മൾ ചെത്തിയെടുത്തിട്ട് അതൊന്ന് കഴുകി അതിൻ്റെ മുകളിലത്തെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ട് കഷ്ണാക്കി അരച്ചെടുക്കുന്നതാണ് ഇടിഞ്ഞിൽ. എന്നിട്ട് വേണം നമ്മളത് കഞ്ഞിയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഈ ഇടിഞ്ഞിലിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലുള്ള മുറിവുകൾ കൂടി ഇടിഞ്ഞിൽ മാറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ്. ഈ ഇടിഞ്ഞിൽ കഞ്ഞി കൊണ്ട് എനിക്ക് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്നില്ല. മുമ്പ് ഉഴിച്ചിലിനൊക്കെ പോയിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ കർക്കിടക മാസം ഇങ്ങനത്തെ ഉലുവക്കഞ്ഞി, ഇടിഞ്ഞിൽ, ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കഞ്ഞികളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കുടിച്ച് വളരെ റെസ്റ്റും അത് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ഭേദമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ബാക്ക് പെയിൻ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇടിഞ്ഞിലിന് നല്ല പങ്കുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഇടിഞ്ഞിൽ ഇത് നന്നായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കഞ്ഞിയാണ്. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഉപ്പേരി, പിന്നെ എന്തെങ്കിലും എരിവില്ലാത്ത സാധനങ്ങൾ അങ്ങനെയുള്ളതിൻ്റെ കൂടെ സുഖമായി കഴിക്കാവുന്നതാണ്. പിന്നെ ഈ 3 ദിവസം ഈ കഞ്ഞി, 3 ദിവസം മിനിമമാണ്. 3 ദിവസം ഈ കഞ്ഞി കുടിക്കുമ്പോൾ പുളിയുള്ള സാധനങ്ങൾ കഴിക്കരുത്, പിന്നെ എരിവ് അധികം ഉപയോഗിക്കരുത്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇടിഞ്ഞിലിൻ്റെ ഇല, ഇടിഞ്ഞിലിൻ്റെ മരം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കും, ഇങ്ങനെ ഇരിക്കും ഇടിഞ്ഞിലിൻ്റെ ഇല. ഇതിപ്പോൾ ഞാൻ ഒരാൾക്കുള്ള കഞ്ഞിയുടെ അളവാണ് പറയുന്നത്. 50 ഗ്രാമാണ് ഇതിൽ ഇടിഞ്ഞിലെടുത്തിരിക്കുന്നത്, 100 ഗ്രാം അരിയും. അപ്പോൾ ഇത് ഒരാൾക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ കുറേ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, മലയാളം നെയിംസ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളുടെ നാട്ടിൽ പേര് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇടിഞ്ഞിൽ എന്നാണ് പേര്. അപ്പോൾ ഈ മരത്തിൻ്റെ ഉപയോഗങ്ങളും അതൊക്കെ ഒന്ന് നെറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം ഹിൽ മാംഗോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ തോല് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കത്തി കൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ. വലിയ മരമായിരിക്കും, പക്ഷെ എന്നാലും അതിൻ്റെ തോലൊക്കെ വളരെ എളുപ്പത്തിൽ എടുക്കാം. ഇതിൻ്റെ ഈ സാധനം നമ്മുടെ ഉള്ളിലെ മുറിവുകളടക്കം മാറ്റുമെന്നാണ് പറയുന്നത്. അത് ഡയബറ്റീസ്, പിന്നെ പനി, ഇതൊക്കെ മാറ്റും ഈ മരുന്ന്. ഈ തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ഇത് കഴിക്കുന്നത് ഇതൊക്കെ കാരണമായിരിക്കണം. നമ്മുടെ നാട്ടിൽ എല്ലാവരും കഴിക്കുന്നുണ്ട് ഇത്. 3 ദിവസം, 5 ദിവസം, 7 ദിവസം എന്നുള്ള കണക്കിൽ. അപ്പോൾ ഇത് വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. അരയ്ക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അമ്മിയിൽ വെച്ച് അരയ്ക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അത് വളരെ എളുപ്പത്തിൽ അരഞ്ഞ് കിട്ടും. മിക്സിയിലാവുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ട് അരയ്ക്കേണ്ടി വരും. മിക്സിയേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ അരയുന്നത് അമ്മിയിലാണ്. അപ്പോൾ 50 ഗ്രാം ഞാൻ ആ ചെറിയ ഇടിഞ്ഞിൽ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതിൽ 200 ഗ്രാം വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരയ്ക്കുക. ഇനിയുള്ളത് പച്ചരിയാണ്. 100 ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ഞിൽ നമ്മൾക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ അത് കുറച്ച് നേരം, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, സമയമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്കത് കുറച്ച് നേരം, ഒരു 5-8 മിനിറ്റ് അതിങ്ങനെ തിളയ്ക്കുമ്പോൾ നമുക്കറിയാം അത് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വെന്തിട്ടുണ്ട് എന്ന്. ഇത് വേവാനൊന്നും അധികം ഇല്ല, കാരണം അതിൻ്റെ ആ മണവും ഒന്നുമില്ലാത്തൊരു സാധനം അത്. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റാണ് ഇത് വരുന്നത്. നമ്മൾ അരിയുടെ കൂടെ ചേർത്തിയപ്പോൾ അരിയുടെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതലായി നിൽക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ അരി അരച്ചതും കൂടെ ചേർത്തി. ഈ അരി അരച്ചത് ചേർത്തി കഴിഞ്ഞിട്ട് അത് കട്ട പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ വളരെ ലൂസായിട്ട് കഞ്ഞി പോലെ കുടിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക ഈ സമയത്ത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിതിപ്പോൾ കഞ്ഞിയുടെ പാകത്തിലല്ല എടുത്തിരിക്കുന്നത്, കുറച്ച് കട്ടിയുള്ള പാകത്തിലാണ്. കാരണം ഉപ്പേരിയുടെ കൂടെയും അവിയൽ, അങ്ങനെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ അവിയലാണ് കഴിക്കുന്നത്. മുളക് പൊടി ഇല്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് കഴിക്കാൻ നല്ലത്. ദേഹത്ത് പിടിക്കുന്നത് അങ്ങനെയുള്ളൂ. മുളക്, പുളി, ഈ വക 2 സാധനങ്ങളും ഉപയോഗിക്കരുത് ഇത് കഴിക്കുമ്പോൾ. ഈ മരുന്ന്, എന്ത് മരുന്ന് കഴിക്കുകയാണെങ്കിലും പുളി കുറയ്ക്കണം, എരിവ് കുറയ്ക്കണം എന്നാണല്ലോ പറയണത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നന്നായി ഇളക്കുക, എന്നിട്ട് കട്ടിയാക്കുക. നിങ്ങൾക്ക് കട്ടി വേണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം ഇടുക, ഒരു കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ്,
ഉപ്പ് വളരെ കൂടുതലാവരുത്, വളരെ ഒരു ചെറിയൊരു നുള്ളു ഉപ്പ് മാത്രം മതി. ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഉപ്പില്ലാതെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഉപ്പ് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ, കുറച്ച് ഉപ്പ്. അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം തീരെ ഇല്ലാത്ത സാധനമാണത്. ആവുന്നത് ഉപ്പൊന്നും ചേർക്കാതിരിക്കുക. മരുന്നുകളിലൊക്കെ അങ്ങനെ വളരെ ഡയറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റിൽ തന്നെ കഴിച്ചെടുക്കുകയാണ് നല്ലത്. മരുന്ന് എന്നുള്ള പാകത്തിൽ കഴിക്കുകയാണല്ലോ, അല്ലാതെ നമ്മളിപ്പോൾ വളരെ ടേസ്റ്റുള്ളൊരു സാധനം കഴിക്കുകയൊന്നുമല്ല. അപ്പോൾ മരുന്ന് എന്നുള്ള വിചാരത്തിൽ കഴിക്കുക. അപ്പോൾ ദേഹത്തിന് നല്ല സുഖം ഉണ്ടാവും, വേദനകളൊക്കെ മാറിക്കിട്ടും. 3 ദിവസം എന്തായാലും ട്രൈ ചെയ്യുക. എനിക്ക് അനുഭവം ഉള്ളതാണ്, അത് കാരണമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിൻ്റെ വിവരം അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.